ഞാനൊന്ന് കുളിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഈ വീട്ടിലുള്ള 3 ആൾക്കാരും മിസ്സിംഗ് ആണ് കേട്ടോ. അല്ല ഇതെവിടെ പോയി? ഇനി ഞാൻ ഇല്ലാത്ത സമയത്ത് വല്ലതും തട്ടിക്കൊണ്ടുപോയതാണോ? ഈ വാതിലൊക്കെ തുറന്നിട്ട് വിറ്റോളൂ ഇത് എവിടെ പോയി എന്നാലോചിച്ചിരിക്കുന്ന സമയത്തുണ്ടാ പമ്മി ഒരെണ്ണം കേറി വരുന്നേ. ചോദിച്ചപ്പോ പറയാൻ ഞാനൊന്ന് നടക്കാറിങ്ങിയതാണെന്ന്. പിന്നാലെ വന്ന അച്ചാച്ചനും മോനെ ഇപ്പോഴും കാണാനില്ല കേട്ടോ. ഞാൻ ഇനി തിരക്ക് പോണ്ടി വരുമോ എന്നാലോചിച്ചോണ്ടിരിക്കുമ്പോ ദേ വരുന്നു 2 എണ്ണം. വൈകുന്നേരം ആകുമ്പോ തേജപ്പൻ ഇപ്പൊ അച്ചാച്ചനെയും കൊണ്ട് വണ്ടി കാണാനൊരു പോക്കുണ്ട് കേട്ടോ. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുള്ളോട്ടോ. അതിന്റെയാണ് ഈ മുഖത്തൊരു വാട്ടം. വണ്ടി കാണാൻ പോയ സന്തോഷത്തിലാണാവോ ഇനി വണ്ടി കണ്ടതിന്റെ സന്തോഷത്തിലാണോ എന്നറിയില്ല. എനിക്ക് 2-3 ഉമ്മയൊക്കെ തന്നുട്ടാ. ഞാനത് നല്ലപോലെ മുതലെടുത്ത് 4-5 കൂടി മേടിച്ചു. വല്ലപ്പോഴാണ് മനസ്സറിഞ്ഞ് 4-5 ഉമ്മയൊക്കെ തരുന്നത്. അവൻ അങ്ങനെ തരുമ്പോ ഭയങ്കര സ്നേഹത്തോടെ നമുക്ക് തരുന്ന പോലെ തോന്നൂട്ടാ. അങ്ങനെ ഞാൻ കുറച്ചു നേരം തേച്ചപ്പനെയും കൊണ്ട് ഇറയത്തൊക്കെ വന്നിരുന്നു കേട്ടോ. അവനിപ്പോ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മാർക്ക് മൂക്കത്തുണ്ട് കേട്ടാ. കഴിഞ്ഞ ദിവസം മൂക്ക് കുത്തി വീണു. പിന്നെ നടക്കാൻ പോയതല്ലേ, നമ്മൾ വിശേഷങ്ങൾ ചോദിക്കണല്ലോ. ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ പറഞ്ഞു, എത്ര വണ്ടി കണ്ടു എന്നൊക്കെ ചോദിക്കാണ് കേട്ടാ. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫാഷൻ ബൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പാകായി പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചാൽ അതിന്റെ ചൂട്ടി കൂടെ നടക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ തേജപ്പനെ ഫാഷൻ ബൂട്ട് പൊട്ടിക്കാൻ പഠിപ്പിക്കുകയാണ് കേട്ടാ. അതവൻ നല്ല പോലെ പഠിക്കുന്നുണ്ട്. കണ്ടില്ലേ എത്തിക്കുന്നത്. പുതിയൊരു കാര്യം പഠിച്ചതിന്റെ സന്തോഷത്തിലാന്ന് തോന്നുന്നു. അവൻ എനിക്ക് വീണ്ടും കുറെ ഉമ്മകളൊക്കെ തന്നു. പിന്നെ അതെല്ലാം പറക്കി കൂട്ടി ഞാൻ നേരെ മീൻ മേടിക്കാൻ വേണ്ടി പോയിട്ടാ. ഇവിടെ കുറെ വെറൈറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ചാള മേടിക്കാനാ പോയത്. ചാള കിട്ടിയില്ല, അതിലും മേടിച്ച് പോകും. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഏതോ ഒരു കാക്ക നിര്യാതനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സങ്കടത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ് ബാക്കി കാക്കകള്. ഞാനിത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. മീൻ മേടിച്ച് വരുന്ന വഴിക്ക് ഞാൻ തേജപ്പിന് ഒരു പോട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനിയിപ്പോ പോട്ടി ട്രെയിനിന്റെ സമയമായല്ലോ. അടുത്ത മാസം തേജപ്പിന് 1 വയസ്സാണ്. എനിക്ക് വല്ല ഐഡിയ ഒന്നും ഇല്ല അത് എങ്ങനെ പഠിപ്പിച്ചെടുക്കണ്ടേ, ഇത് എപ്പോ ഇരുത്തണം എന്നൊക്കെ. തേജപ്പിന് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഈ പോട്ടി ട്രെയിനിങ്ങും അതിൽ തന്നെ എല്ലാം സെറ്റായി പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ സാധനം മേടിച്ചു കൊടുന്നപ്പോ തന്നെ തേജപ്പിന്റെ വിചാരം ഞാൻ അവന് മേടിച്ചു കൊടുന്ന കളിപ്പാട്ടാണെന്നാണ് കേട്ടോ. അത് വെച്ച് കളിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെ അതിലൊരു ഡോറയുടെ പിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കാണിച്ചു കൊടുത്തുട്ടാ. അവൻ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യാട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ സി യു. പറയുന്നതിനെക്കാട്ടും മുമ്പ് ആശാൻ പോയല്ലോ. അപ്പൊ ശരി ടാറ്റ.